റോസമ്മ എന്താ സംഭവം അരിയുണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ചേട്ടാ ഞാനേ കുറച്ച് റോസാപ്പൂ നോക്കി നടക്കും. ഇവിടെയാണെങ്കിൽ കുറേ ചെടികളൊക്കെ റോസാപ്പൂ നോക്കണം. എന്തായാലും ഇവിടെ അകത്തുണ്ട്, ഞാൻ കാണിച്ചത്. അകത്തുണ്ടോ? എന്തിനാ റോസാപ്പൂ? അതൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. എന്തായാലും പറയും. ഓക്കെ, ഇവിടെ ഉണ്ട്, ഇവിടെ കുറച്ച് റോസാ ചെടി നിൽപ്പുണ്ട്. അതെ, ഇത് മതി, ഇത് മതി. അത് പറിച്ചെടുക്കും അല്ലേ? ഇത് വെറുതെ അല്ല, ഇല്ല, ഇത് നമുക്ക് ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. ലാസ്റ്റ് ഇല്ല ഒന്നുകൂടി പറിക്കുകയാണേ. 4 മതി. ബാക്കിയെല്ലാം നിന്നോട്ടെ. ചേട്ടൻ എന്തായാലും വെറുതെ നിൽക്കുമല്ലോ, ഇതൊന്ന് പിടിച്ചേ. ഞാൻ ആദ്യം ഇതിന്റെ ഇതളൊക്കെ കടത്തട്ടെ. ഇതിന് ഇതളൊക്കെ കടത്തിട്ട് എന്താ പരിപാടി? ഇതളൊക്കെ കടത്തിട്ട് ഒരു പരിപാടി ഉണ്ട്. നല്ല മണമുണ്ടല്ലേ? നല്ല മണമാണ് വീട്ടില്. കാരണം നമ്മള് വീട്ടിൽ ഉള്ള നട്ട ചെടി ആയതുകൊണ്ടായിരിക്കും. കാരണം കെമിക്കൽ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മെല്ലുണ്ട്, നല്ല ഫ്രഷ് സ്മെല്ലാണ്. ഇതായിട്ട് എങ്ങോട്ടാ പോകുന്നത് ചേട്ടാ? ഇതുമായിട്ട് നമ്മള് അടുക്കളയിലോട്ടാണ് പോകുന്നത്. അടുക്കളയിൽ പോകുമ്പോ റോസാപ്പൂ ആയിട്ട്? അതെ. ഓക്കെ, എനിക്ക് ഇത് മാത്രം മതി. പോവാം, അകത്തോട്ട് പോവാം. ഓക്കെ, അടുക്കളയിലോട്ടോ. ഓക്കെ, എല്ലാ പരിപാടിയും കാണാം. നമുക്ക് അടുക്കളയിലെത്തി റോസാപ്പൂ ഇടുക അല്ലേ? ചെടി ഇടുക. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അടുത്ത നമുക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം വെക്കുക. ഗ്യാസ് ഓണാക്കി ഇനി നമുക്ക് ഈ റോസാപ്പൂ എല്ലാം ഇതിലേക്ക് ഇടാം. ഇത് നമുക്കിത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താ സംഭവം അരിയുണ്ടല്ലോ, ഇതെന്താ സംഭവം? ചേട്ടാ ഇതാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളോ? ആ, കസ്തൂരി മഞ്ഞൾ. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുറമെ, അതായത് ഇപ്പൊ എല്ലായിടത്തും വിപണികളിലും കാര്യങ്ങളും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കളറിലുള്ള കസ്തൂരി മഞ്ഞൾ. അത് ഒറിജിനൽ അല്ല. അത് എന്താ പറയാ, നമ്മൾ മഞ്ഞ കൂവ എന്നൊക്കെ പറയും. ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ ക്രീം കളറുള്ള ഒറിജിനൽ, അതായത് നമ്മുടെ എന്താ പറയാ, വിഷവും മായവും ഒന്നും ചേരാത്ത ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇത് നമുക്ക് ഇവിടെ കിട്ടും ആൾക്കാർക്ക്. ഇത് നമ്മുടെ വീഡിയോ കണ്ടാൽ മതി, എവിടെ കിട്ടും എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറയും. എല്ലാ സാധനം വീഡിയോയിലുണ്ട്. റോസമ്മ, വേറെ കാര്യം, ഈ എല്ലാവരും ഈ മഞ്ഞപ്പൊടി കസ്തൂരി മഞ്ഞൾ മുഖത്തിടുമ്പോഴേ ഈ ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പൊ അത് പ്രശ്നമല്ലേ ഇങ്ങനെ ഇടുമ്പോ? ചേട്ടാ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സാധനമല്ലോ ഒന്നാമത് അവരിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞ കളറിലുള്ള മഞ്ഞക്കൂവ, അതാണ് ആളുകൾ പറയുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അതല്ല, ഒറിജിനൽ അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള സാധനം മുഖത്തിടുമ്പോഴാണ് പല ആളുകൾക്കും ചൊറിച്ചിലും മുഖം കറക്കുന്നതും പ്രശ്നങ്ങളും ഫേസ്, നമ്മുടെ സ്കിന്നിന് പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ, ഈ വെള്ള കളറുള്ള കസ്തൂരി മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറൽ ആണ്, ഹെർബൽ ആണ്, നമുക്കൊരു പ്രശ്നം വരില്ല. എല്ലാ സ്കിൻ ടൈപ്പിന് അത് യോജിക്കുകയും ചെയ്യും. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് വേറെ പൊടിച്ചു വെച്ചിട്ടുണ്ടോ ഇവിടെ? പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെന്തായാലും കാണാല്ലേ? ഓക്കെ, ഇത് എങ്ങനെയാ ഉണക്കുന്നത്? ഇത് ഉണക്കുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ, നമുക്കൊരു 32 ദിവസത്തോളം അടുത്ത് നമ്മളിത് ഉണക്കാനായിട്ട് വേണം. കാരണം അതിന് കാരണം എന്ന് പറഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. നമ്മുടെ നിഴലത്ത് വെച്ച് വേണം ഉണക്കാനായിട്ട്. ഉണക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നേരിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടത്തില്ല. വെള്ള തുണി വെള്ളം ഇട്ടിട്ട്, അതായത് നിഴലത്ത് മാത്രം നമുക്ക് ഉണക്കാൻ പറ്റുള്ളൂ. അതാണ് ഇത്രയും ദിവസം സാധനമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഗുണം കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് നമുക്കിനി ഒരു അരമണിക്കൂറത്തേക്ക് വെക്കണം. അരമണിക്കൂറത്തേക്ക് ഇരുന്നാലേ നമ്മുടെ സത്തൊക്കെ ഇറങ്ങി നല്ല കളറൊക്കെ ഒന്ന് ആവത്തുള്ളൂ. ഇതിപ്പോ ജസ്റ്റ് ചെറിയ കളർ ആവുന്നതേ ഉള്ളൂ. ഇതല്ല, നമ്മുടെ സത്തെല്ലാം ഇറങ്ങി നമുക്ക് നല്ല കളറാവണം, എങ്കിലേ അതിന്റെ ഗുണം വരത്തുള്ളൂ. പിന്നെ ഒരു അരമണിക്കൂർ ടൈം എന്തായാലും വേണം. അപ്പൊ ദേ ഏകദേശം ഒരു അരമണിക്കൂറായി. നമ്മുടെ ദേ റോസ് വാട്ടറിന്റെ കളറൊക്കെ നോക്ക്, നല്ല റോസ് കളറായി. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് പുറത്തു പോയിട്ട് നമ്മുടെ പ്രധാന പരിപാടിയിലോട്ട് കിടക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോലെ. ഇതാണ് നമ്മൾ പറഞ്ഞ വെയിലൊന്നും കൊള്ളിക്കാതെ നിഴലത്ത് നമ്മൾ ഉണക്കിയെടുത്ത നമ്മുടെ കസ്തൂരി മഞ്ഞൾ. ഇതിൽ നിന്ന് നമ്മളൊരു 2 സ്പൂണ്, ഈ ചെറിയൊരു സ്പൂണ് 2 സ്പൂൺ മതി. വലുതാവുമ്പോ ഒറ്റ സ്പൂൺ മതി. ഒരുപാട് ഉപയോഗിക്കാനുണ്ടല്ലോ. ഒത്തിരി ഉണ്ട്. ഇതിന്ന് 2 സ്പൂൺ നമ്മൾ എടുക്കുക. റോസ് വാട്ടർ ഉണ്ടല്ലോ, അതിന്ന് കുറച്ചെടുത്തത് ഇതാക്കല്ലേ, ഒരു കുഴമ്പ് പരുവത്തില് അത് ഇതാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഇടുന്നതും കാണാം അല്ലേ? നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്യണം അല്ലേ? നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫേഷ്യൽ ചെയ്യാനും പോകണ്ടല്ലേ? നമുക്ക് ഫേഷ്യലൊന്നും വേണ്ട, ഈ ഒരു പാക്ക് ഇത് മാത്രം ഇട്ടാൽ മതി. നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ മോൾക്ക് തേച്ച് കൊടുക്കാൻ പോകണം.
ഫേസ് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് ഫേസിലേക്ക് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് എപ്പോഴാണ് ഇടുന്നത്? ഇത് നമ്മൾ രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. രാത്രി ഇട്ടാൽ മതി. എന്ത് ചെയ്യണം? എത്ര മണി? ഒരു 1 hour നമുക്ക് ഇത് ഫേസിൽ ഇട്ടിട്ട് പിന്നെ വാഷ് ചെയ്ത് കളയാം. ഇടുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും നമുക്ക് മുഖത്തിന് തന്നെ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പായ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഫേസിൽ നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ചെറിയ ചെറിയ പാടുകളും കുരുക്കളൊക്കെ മാറും. കുരുക്കളൊക്കെ മാറും. കാരണം ഹെർബൽ ആണ് ഈ സാധനം. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കുക, താല്പര്യമുള്ള എല്ലാവരും. കാരണം നമുക്ക് ഹെർബൽ ആയിട്ടുള്ള സാധനമാണ്. ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ മായം ചേർത്തിട്ടുള്ള യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ല നമ്മുടെ പ്രകൃതി നിന്ന് കിട്ടുന്ന പ്രകൃതിദത്തമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. വെറുതെ കാശ് കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിലും നല്ലതല്ലേ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്, കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് അയച്ചു തരും.